ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് വെറൈറ്റി ആയിട്ടുണ്ട് ബിരിയാണിയൊക്കെ മക്കളെ. നമുക്കിന്ന് ഇറച്ചിയും കോഴിയൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കൊരു ബിരിയാണിക്കൊക്കെ പൂതി വന്നാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ അടിപൊളി ടേസ്റ്റാട്ടോ. അതേ ഫീൽ വരും. നമുക്കിന്ന് അതിക്ക് നമുക്കൊരു കുറച്ച് സവാള വേണം, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, മല്ലിച്ചപ്പ്, സോയാബീൻ, തക്കാളി, അരി എത്ര നമുക്ക് ആവശ്യമായ അരി കേട്ടോ. അതിക്ക് പൊടികളായ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഏലക്കായ്, പട്ട, ഗ്രാമ്പു, നമുക്കതിക്ക് മറ്റേ ഗരം മസാലപ്പൊടി കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് അതിൽ ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഓയിലൊക്കെ അവനാൻ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിച്ചെടുക്കുക. അതിക്ക് നമുക്ക് ഏലക്കായ്, പട്ട, ഗ്രാമ്പു, ചെറിയ ജീരകം, വലിയ ജീരകമൊക്കെ ഒന്ന് ചേർത്തെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു കുറച്ചൊന്നാണ്ട് ഒന്ന് പച്ചച്ചുവ മാറുന്ന വരെ ഒന്നാണ്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ മക്കളെ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടോ, നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട് ഇതിൻ്റെ കൂടെ എനിക്കും പാട്ട് പാടിയാൽ എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി നടക്കൂല മക്കളെ. പാട്ടാടലും വ്ളോഗ് ചെയ്യലൊക്കെ രണ്ടും കൂടി ഒപ്പം നടക്കണില്ല. നമുക്ക് രസം കുരുമുളകും അച്ചേക്ക് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. പൊടിക്കാത്ത കുരുമുളകൊന്ന് ഇട്ട് കൊടുക്കുക. അതിങ്ങനെ ആയതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു വലിയൊരു സവാളയാണ് ഞാൻ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ആ വലിയ സവാള ഒന്ന് ചേർത്ത് കൊടുക്കുക. നമുക്ക് നല്ല ടേസ്റ്റായിട്ടോ. അതൊന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തിട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇതിങ്ങനെ സവാളിൻ്റെ ഒരു എന്താ പറയുക, ഒരു കൊഴിച്ചിൽ വരുന്ന രീതിയിൽ അങ്ങനെ ആകുമ്പോൾ നല്ലോണം ബ്രൗൺ കളറാവൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ആ കുഴച്ചിൽ വരുന്നതേക്ക് നമുക്കിഞ്ഞ് അതിക്ക് അരച്ചരച്ച് വെച്ചാൽ നമുക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിക്ക് തക്കാളി, തക്കാളി നല്ല തക്കാളി ഇട്ടിട്ടുണ്ട്. ഞാൻ 2-3 തക്കാളി ആയിട്ട് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാട്ടോ, നല്ല രസമുണ്ടാവും. തക്കാളീൻ്റെ ഒരു തക്കാളി ചോറ് പോലെ തന്നെയാണല്ലോ അതിലൊരു തക്കാളിക്കാണ് അതിന് മുൻതൂക്കമുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഒന്ന് വെച്ച് നോക്കണം, എല്ലാവരും ഒന്ന് വെച്ച് നോക്കിയത്. അപ്പോൾ ഒന്ന് ഉടച്ച് നല്ല ഇതിൽ ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്ക് നമുക്ക് സോയാബീനൊന്ന് കഴുകി വെള്ളത്തിട്ട് കാണ്ട് കുതിർന്നാണ്ട് വെച്ചതാട്ടോ. അതൊന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിക്ക് അരിക്കിൻ്റെ അത്ര ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. നമുക്ക് ഇതിക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ആ പൊടികളും ഒന്ന് ഇതിൻ്റെ കൂടെയൊക്കെ ഒന്നവിടെ വഴറ്റി കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ എപ്പോൾ നെയ്ച്ചോറായാലും ഒക്കെ വെക്കുമ്പോൾ നമുക്ക് അരിൻ്റെ ഇരട്ടി വെള്ളം വെച്ച് കൊടുത്താൽ ഒരു വെള്ളമേറിയൊന്നും ചെയ്യില്ല കേട്ടോ. അതിക്ക് പൊടികൾ മഞ്ഞൾപ്പൊടി ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കട്ടോ. കുരുമുളക് പൊടി, ഉപ്പൊക്കെ ചേർത്തിട്ട് അടിപൊളിയായിട്ട് ഇളക്കി കൊടുത്തിട്ട് നമുക്കിതിങ്ങനെ വാങ്ങി നല്ലൊരു സ്മെല്ലുണ്ട് കേട്ടോ. ഇത് തിന്നുമ്പോൾ തന്നെ അടിപൊളിയാക്കാറ് കേട്ടോ. ഇതിങ്ങനെ ഇളക്കിയിട്ട് നമുക്ക് അതിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. അതിക്ക് വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മളായി നെയ്ച്ചോറായി ഇട്ടെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് നല്ല എല്ലാവരും ഒന്ന് വെച്ച് നോക്കി. മല്ലിച്ചപ്പൊക്കെ ചേർത്തത് എല്ലാ ബിരിയാണിൻ്റെ അതേ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. ബീഫില്ലാതെ ചിക്കനില്ലാത്തൊരു ബിരിയാണി കേട്ടത്. എല്ലാവരും ആ വെള്ളം കുറച്ച് വറ്റി വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കിയിട്ട് നല്ലോണം ആ തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് ആണ് വെച്ചിട്ടെല്ലാം മൂടി വെച്ചാൽ മതി കേട്ടോ. പിന്നെ നല്ല അതിലും തന്നെ നല്ലോണം വന്നു കേട്ടോ. എല്ലാം ഒട്ടി കൊടുക്കില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യട്ടോ. ആയിക്കോട്ടെ. എല്ലാവരോടും അസ്സലാമു അലൈക്കും. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.